എല്ലാവർക്കും നമസ്കാരം. ഈ ഓണസമ്മാനമായി കേരളത്തിലെ ഭൂമികളുടെ പട്ടയവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി വരുന്ന ബില്ലുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോദിക്കുന്നത്, ഇത് നിയമപരമാക്കാൻ റെഗുലറൈസ് ചെയ്യാൻ എന്ത് ചെയ്യണം? അവിടെയാണ് ഇതിൻ്റെ വലിയ അപകടം ഇരിക്കുന്നത്. ആസൂത്രിതമായ കൊള്ളയ്ക്കുള്ള വകുപ്പിരിക്കുന്നത് ഇത് റെഗുലറൈസ് ചെയ്യുന്നിടത്താണ്. നമ്മൾ ഈ ആധാരങ്ങളുടെ അവസാന പേജുകൾ എടുത്തു വെച്ച് നോക്കിയാൽ അതിനകത്ത് വസ്തുവിവര പട്ടിക എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനകത്ത് അതിൻ്റെ മിക്ക ആധാരത്തിലും 14ാമത്തെ ഐറ്റമാണ് അവകാശത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ തരം. പണ്ടാരപ്പാട്ടം പുരയിടം എന്നാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ആധാരത്തിൽ എഴുതിയേക്കുന്നത്. അത് പല രീതിയിലുള്ളതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പട്ടയങ്ങളുടെ ഒറിജിനൽ പട്ടയങ്ങളുടെ കോപ്പി വേണം. ഞാൻ ചോദിക്കുന്നത്, ഈ ഒറിജിനൽ പട്ടയങ്ങളുടെ കോപ്പി എവിടെ നിന്ന് കിട്ടും? 1967-ലും 72-ലും 76-ലും ഒക്കെ കൊടുത്ത പട്ടയങ്ങളുടെ കോപ്പി എവിടെ നിന്ന് കിട്ടും? നമ്മളിപ്പോൾ സ്റ്റേറ്റ് ബാങ്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള നാഷണൽ ബാങ്കുകൾക്കോ ഒരു ലോൺ വെക്കുകയാണെങ്കിൽ നമ്മുടെ ആധാരം മുതൽ പുറകോട്ട് 30 വർഷത്തെ ബാധ്യത എടുത്താൽ മതി. ഇത് 30 വർഷത്തെ ബാധ്യതയ്ക്കും പുറകിലാണ് ഈ പട്ടയം കിടക്കുന്നത്. ഈ പട്ടയത്തിൻ്റെ കോപ്പി വേണമെന്ന് വെച്ചാൽ എവിടെ നിന്ന് കിട്ടും? ഇത് സാധാരണ ഒരു മനുഷ്യൻ്റെയിലും കാണുകയില്ല. ഉണ്ടെങ്കിൽ തന്നെ ദീർഘകാലം കൊണ്ട് 50, 60, 70 വർഷം കൊണ്ട് 50, 60 വർഷങ്ങൾക്ക് മുമ്പുള്ള പട്ടയങ്ങളെല്ലാം പൊടിഞ്ഞു പോയിരിക്കും. ഏതെങ്കിലും വ്യക്തികളുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ അത് വല്ല പേപ്പറിലൊക്കെ ഒട്ടിച്ചൊരു ചെറിയ ദ്രവിച്ച പേപ്പറുകളായിരിക്കും. അതൊന്നും നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയാൽ കൊണ്ടുനടക്കാത്ത കാര്യത്തിൽ ആരും തരത്തുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ 1-2 പ്രാവശ്യമേ പട്ടയങ്ങൾ കണ്ടിട്ടുള്ളൂ. ഒരിക്കലും എൻ്റെ ഒരു അങ്കിളിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ ആവശ്യത്തിനായിട്ട് അത് ഈ വെച്ചുച്ചിറ ഭാഗത്താണ് ഒരു വസ്തുവിൻ്റെ പട്ടയം അതിങ്ങനെ കീറി പൊടിഞ്ഞ ഒരു ശകലം ഭാഗം ഞാൻ കണ്ടിട്ടുണ്ട്. ഒറിജിനൽ പട്ടയം ഞാൻ കാണുന്നതാണ്. വേറെ ഒരു സംഭവത്തിന് പട്ടയം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ 1, 2, 3 പട്ടയങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ 53 വയസ്സിനിടയ്ക്ക് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര പട്ടയം കണ്ടിട്ടുണ്ട്? ആധാരങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ പട്ടയങ്ങൾ എത്ര കണ്ടിട്ടുണ്ടോ? അപ്പോൾ കേരളത്തിലെ സകല പട്ടയങ്ങളുടെയും സർട്ടിഫൈഡ് കോപ്പി എടുക്കേണ്ടി വരും. ആവടം തൊട്ട് സർക്കാരിന് വരുമാനം തുടങ്ങുക. 1 സെൻറ്റുകാരൻ മുതൽ ഏക്കറുള്ളവൻ വരെ എടുക്കേണ്ടി വരും സർട്ടിഫൈഡ് കോപ്പി. സർക്കാരിലേക്ക് കോടികൾ വരുമാനം. കളി എന്താണെന്ന് മനസ്സിലായോ? സർക്കാരിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. 15 ലക്ഷം ഭരണവർഗത്തിന് തിന്നു മുടിക്കാൻ 3,35,00,000 ജനം അങ്ങോട്ട് അലഞ്ഞോട്ടെ എന്നോ. ഒരു കാര്യം ചെയ്യട്ടെ, ഈ പരിപാടി ആദ്യം ഈ 15 ലക്ഷം ഭരണവർഗത്തിൻ്റെ ആധാരത്തിൽ പരീക്ഷണാർത്ഥം ഒന്ന് നടത്തി നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പൊതുജനത്തിന് താല്പര്യമുണ്ടെങ്കിൽ കേരളം മുഴുവൻ ഒരു സർവേ നടത്തിയിട്ട് ജനം അനുകൂലിക്കുന്നെങ്കിൽ ജനത്തിന് നടപ്പാക്കാം. ജനാധിപത്യമാണെന്നല്ലേ പറയുന്നത്. ആദ്യം ഈ ബില്ല് തയ്യാറാക്കി കൊടുത്ത നാറിയ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവരുടെ വസ്തുവിൽ തന്നെ ആദ്യം ഇതങ്ങ് നടപ്പാക്കട്ടെ. അവർ സർവീസിൽ കയറിയപ്പോൾ അവരുടെ ആസ്തി എന്തായിരുന്നു, ഇപ്പോൾ അവരുടെ ആസ്തി എന്താണ്, അത് രേഖകളെല്ലാം നോക്കി സർക്കാർ കൊടുത്ത ശമ്പളത്തിനപ്പുറം ഇവരെന്നാക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നാട്ടിലും വീട്ടിലും എല്ലാം അന്വേഷിച്ച് കൃത്യമായ രേഖകളെല്ലാം സഹിതം നോക്കിയിട്ട് അയാളുടെ പേരിലും ബിനാമി പേരിലും ഒക്കെ ഉള്ള ആസ്തികളും എല്ലാം പരിശോധിച്ച് അതൊക്കെ ജനം ഇതിൻ്റെ പുറകെ ഇറങ്ങി പുറപ്പെടണം. ഒരുമാതിരിപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ബിനാമി പേരിലുള്ള ആസ്തിയൊക്കെ നാട്ടുകാർക്കറിയാം. ഇതെല്ലാം വെച്ച് പുറത്തു കൊണ്ടുവരണം. ഈ ഭരണവർഗം കേരളം മുഴുവനുള്ള ജനത്തിനെ കൊള്ളയടിക്കത്തക്ക രീതിയിൽ കൊണ്ടുവരുന്ന ഈ ബില്ല് ഇതിനെ എതിർത്തേ മതിയാവും. നമ്മുടെ സമ്പത്തും ഭരണവർഗമാണ്, നമ്മുടെ സമ്പത്തും സ്ത്രീകളും കുട്ടികളെയും സഹിതം വിറ്റ് വീതം വെക്കുന്ന ഇതിനെ എതിർത്തേ മതിയാവും. നമ്മുടെ പൊതുജനം തെരുവിലൂടെ അലയുന്ന പരിപാടി തീർത്തേ മതിയാവും. ഈ 140 പേരും കൂടെ ചേർന്ന് ആണിത് ചെയ്യാൻ പോകുന്നത്. ഭേദഗതിക്ക് അവരുടെയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബില്ല് ഇവരെ കൊണ്ട് പിൻവലിപ്പിക്കണ്ടേ? ഇനി BJPയുടെ കേരളത്തിലെ സംസ്ഥാന നേതൃത്വത്തോടും ചോദിക്കട്ടെ, നിങ്ങൾ ഈ വിഷയത്തിൽ ജനത്തിൻ്റെ കൂടെ നിൽക്കുമോ? അതോ ഈ 2 കള്ള മുന്നണിയെ പോലെ മൂന്നാമതൊരു കള്ളക്കൂട്ടം ഉണ്ടാക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ജനത്തിൻ്റെ വിഷയങ്ങളിൽ ജനത്തിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുമോ? ഇപ്പം തന്നെ ജനത്തിൻ്റെ വിഷയങ്ങളിൽ ഇടപെടേണ്ട 100 കണക്കിന് വിഷയങ്ങളുണ്ട്. ഒന്നും അനക്കമില്ലാതെ നിൽക്കുന്നത് ഇപ്പോൾ ഉള്ള ഈ 2 കള്ളക്കൂട്ടങ്ങളെ പോലെ മൂന്നാമതൊരു കള്ളക്കൂട്ടം ഉണ്ടാക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ജനത്തിൻ്റെ വിഷയങ്ങളിൽ ജനത്തിനോടൊപ്പം ഇറങ്ങി ആത്മാർത്ഥമായിട്ട് നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളോട് ചോദിക്കുക. 1960 മുതൽ
വസ്തു ഏതൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നതിൻ്റെ ഒരു രേഖ സർക്കാരിൻ്റെ കയ്യിലില്ല. ഇന്ന പട്ടയം പ്രകാരമുള്ള വസ്തു ഇന്ന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് സർക്കാരിൻ്റെ കയ്യിൽ ഒരു രേഖയില്ല, ഔദ്യോഗികമായി രേഖയില്ല. അതുകൊണ്ട് തന്നെ കൃഷിക്കാരൻ അന്ന് പലതും ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇവിടുത്തെ മനുഷ്യർ പലതും ഉണ്ടാക്കി. ഈ കൃഷി ആവശ്യത്തിന് കൊടുത്ത പട്ടയമുള്ള സ്ഥലത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾ പണിതാൽ ആ കെട്ടിടം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ വിലയുടെ 40% ഗവൺമെൻറ് കെട്ടിവെച്ചാലേ ഇത് റെഗുലറൈസ് ആകുള്ളൂ, നിയമപരമാകുള്ളൂ. ഈ മിക്കവാറും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾ പണിതിരിക്കുന്നതെല്ലാം പട്ടയം കൃഷിക്ക് വേണ്ടി കൊടുത്ത പട്ടയമുള്ള സ്ഥലത്താണ്. അപ്പോൾ എല്ലാ കെട്ടിടക്കാർക്കും പണി വരുമോ? അങ്ങനെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾ ഇരിക്കുന്നവർ ഇതിനെല്ലാം കോടികൾ അടയ്ക്കേണ്ടി വരും. കെട്ടിടത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചോ കെട്ടിടത്തിൻ്റെ പുതുക്കത്തിനനുസരിച്ചോ ഒന്നുമല്ല അതിൻ്റെ വില, അല്ലെങ്കിൽ പഴമയ്ക്കോ പുതുമയ്ക്കോ മൂല്യത്തിനനുസരിച്ചൊന്നും അല്ല അടയ്ക്കേണ്ടത്. അടയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ കെട്ടിടം ഇരിക്കുന്ന വസ്തുവിന് സർക്കാർ അവിടെ ഇട്ടിരിക്കുന്ന വില. എൻ്റെ കണക്കൂട്ടൽ, എൻ്റെ അറിവിൽ കേരളത്തിൽ ഇപ്പോൾ സർക്കാർ 50 ലക്ഷം രൂപയ്ക്ക് താഴെ ഏക്കറിന് ഇട്ടിരിക്കുന്ന ഒരു വസ്തുവില്ല, അതിന് മുകളിലോട്ടേ ഉള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, ടൗണിലിരിക്കുന്ന ഒരു സ്ഥലത്തിന് സർക്കാരിൻ്റെ വിലപ്രകാരം 1 കോടി രൂപ വിലയുണ്ടെങ്കിൽ ഈ പുതിയ ബില്ല് പാസ്സായി കഴിയുമ്പോൾ ബിൽഡിംഗ് ഇരിക്കുന്ന വസ്തു നിയമപരമാകണമെങ്കിൽ ആ 1 കോടിയുടെ പകുതി 50 ലക്ഷം സർക്കാരിലേക്ക് അടയ്ക്കണമെന്ന്. അല്ലെങ്കിൽ പട്ടയം ക്യാൻസലായി പോവും. പട്ടയം ക്യാൻസലായി പോകുമ്പം പട്ടയത്തിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന ആധാരങ്ങളും ക്യാൻസലായി പോവും. പണിയാണോ? കേരളത്തിൽ എല്ലാവർക്കും പണിയാണ്. എന്ന് പറഞ്ഞാൽ വസ്തു നിയമപരമായി സ്വന്തമാകണമെങ്കിൽ വീണ്ടും പൈസ അടയ്ക്കണമെന്ന്. ചെറിയ തുകയൊന്നുമല്ല. ഈ ഇടുക്കി വയനാട് ജില്ലകളിലെ മിക്ക കെട്ടിടങ്ങൾക്കും പെർമിറ്റില്ല, പക്ഷേ കെട്ടിടങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഇനി കെട്ടിടം പണിയാൻ ഗതിയില്ലെന്ന് വെച്ചോ. ഇപ്പം മനുഷ്യന് കെട്ടിടം പണിയാൻ ഗതിയില്ലാത്തതുകൊണ്ട് മനുഷ്യൻ സ്ഥലം വാടകയ്ക്ക് എന്നാ കൊടുത്തേക്കുന്നത്, സ്ഥലം വാടകയ്ക്ക്. അപ്പോൾ ഓർക്കും വാടക കിട്ടുമല്ലോ. അപ്പം മേടിക്കുന്നവർ ചിലർ പമ്പ് പണിതു വാടകയ്ക്കെടുത്ത്, ചിലർ വണ്ടികളുടെ ഷോറൂം പണിതു, ചിലർ സർവീസ് സെൻറ്റർ പണിതു, ചിലർ വെറുതെ പാർക്കിങ്ങിനിട്ടു, ചിലർ ഗോഡൗണുകൾക്ക് കൊടുത്തു, ചിലത് വാഹനങ്ങളുടെ യാർഡിനിട്ടു. ഇങ്ങനെ വിവിധങ്ങളായ വാണിജ്യ ആവശ്യങ്ങൾക്ക് കൊടുത്തതുള്ളെന്ന് വെച്ചോ. കെട്ടിടമൊന്നും പണിതുമില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആ വസ്തുവിൻ്റെ അടിസ്ഥാന വിലയുടെ 50% കെട്ടിവെച്ചാലേ അത് റെഗുലറൈസ് ആവുള്ളൂ. ഉദാഹരണത്തിന്, ഒരു ടൗണിൽ ഒരാൾക്ക് 1 ഏക്കർ സ്ഥലമുണ്ട്, പൈതൃകമായിട്ട് കിട്ടിയതാണ്, കാരണവന്മാരായിട്ട് കൊടുത്തതാണ്. കെട്ടിടം പണിയാൻ ഒരു ഗതിയില്ലാത്തത് കൊണ്ട് അയാൾ എന്നാ കാണിച്ചു, ഒരു വാഹന ഷോറൂമിന് വാടകയ്ക്ക് കൊടുത്തു. അവരിരുമ്പെല്ലാം വെച്ചൊരു കെട്ടിടമൊക്കെ പണിതു. വാടക കിട്ടുമല്ലോ എന്ന് ഓർത്ത് വളരെ സന്തോഷിച്ച് നിൽക്കുമ്പോൾ അതിന് സംഭവിക്കാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വസ്തുവിൻ്റെ ഗവൺമെൻറ് ഇട്ടിരിക്കുന്ന അടിസ്ഥാന വിലയുടെ 50% കെട്ടിവെച്ചാലേ ഇത് നിയമപരമാവുള്ളൂ. പണി കിട്ടുമോ? പണി മാന്യമായിട്ട് പണി കിട്ടും. ഞാൻ ചോദിക്കുന്നു, ഇതുപോലെ ജനത്തിനെ ദ്രോഹിക്കുന്ന ഈ 140 പാഴുകളെ നമുക്ക് വേണോ? ഇപ്പം ഇവർ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, ഇവർ ഒപ്പിട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വരും. 15 ലക്ഷം ഭരണവർഗ ജനദ്രോഹികളെ നമുക്ക് വേണോ? ഇത് നമുക്കിട്ടാ ഇത് വരുന്ന മുഴുവൻ. ഒരു വിമോചന സമരത്തിൻ്റെ സമയമായില്ലെന്ന് ചിന്തിച്ചോ. ഇനി ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിയാൽ പറ്റിയല്ല. ഉറങ്ങിയാൽ നമ്മുടെ തലക്കറു ഇത്. നമ്മുടെ മണ്ണും നമ്മുടെ പെണ്ണും നമ്മുടെ സമ്പത്തും എല്ലാം ഇവന്മാർ കൊണ്ടുപോകും, എല്ലാം കൊണ്ടുപോകും. നമ്മുടെ ഈ 3,35,00,000 വേണ്ടി, ഈ 15 ലക്ഷത്തിനെതിരെ നമ്മുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ നമ്മൾ ഉണരേണ്ട സമയമായില്ലയോ? മലയാളിയോടെ ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ എത്ര ഏക്കർ സ്ഥലമുണ്ട് കേരളത്തിൽ? ഇതൊരു മുഴുവൻ അടിസ്ഥാന വിലയുടെ 40-50% കെട്ടിവെക്കേണ്ടി വരും ഇത് നിയമപരമായി പട്ടയം നിലനിൽക്കണമെങ്കിൽ. അണിയറയിൽ പണി നടക്കുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ GDP ആനുപാതികമായി കുറയുന്നു. GSTയുടെ കുറവുകൂടെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഭീകരമായിട്ട് ഇത് കുറവ് വരും. ലോട്ടറിക്ക് നികുതി കയറ്റി കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് പിന്നെയുമായി. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലും ബംഗാളിലും മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ലോട്ടറി. എന്തെങ്കിലും കാരണവശാൽ കേന്ദ്ര ഗവൺമെൻറ് അതും കൂടെ നിരോധിച്ച് കളഞ്ഞാൽ അവിടെ നിന്നും വരുമാനമില്ലെന്നാവും. വീതം വെക്കണ്ടേ? 15 ലക്ഷം പേർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കണ്ടേ? അടിച്ചു പൊളിച്ച് അർമാദിച്ച് നടക്കണ്ടേ? എവിടുന്ന് ഫണ്ട് കണ്ടെത്തും? അതിനായിട്ട് വരുന്ന വലിയൊരു പണി തിരിച്ചറിഞ്ഞാട്ടെ, പ്രതികരിച്ചാട്ടെ.
നന്ദി, നമസ്കാരം.